ഹലോ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ IELTS സ്പീക്കിംഗ് പ്രാക്ടീസാണ് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ സ്പീക്കിംഗ് പ്രാക്ടീസിൽ നമുക്കൊരു സബ്ജക്റ്റ് കിട്ടും. സബ്ജക്റ്റ് കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് ഒരു മിനിറ്റ് ആലോചിക്കാനുള്ളൊരു സമയം തരും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് ഒന്ന് നോക്കാം. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സബ്ജക്റ്റ് ഡിസ്ക്രൈബ് എ പ്ലേസ് യു വുഡ് ലൈക്ക് ടു വിസിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഒരു ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് നിങ്ങൾ ഭാവിയിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് സമയം തരും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആലോചിക്കണമെന്ന് ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് നോക്കൂ കേട്ടോ. നമുക്ക് ടോപ്പിക് കിട്ടി. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടത് എവിടെയാണ് ആ പ്ലേസ്, വേർ ദ പ്ലേസ് ഈസ്. രണ്ടാമത്തെ പോയിൻറ്റ് വൈ യു വാണ്ട് ടു വിസിറ്റ് ഇറ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യണത്, എന്താണ് കാരണം. പിന്നെ മൂന്നാമത്തെ പോയിൻറ്റ് വാട്ട് യു നോ എബൌട്ട് ഇറ്റ്, എന്തൊക്കെയാണ് നമുക്കതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. നാലാമത്തെ പോയിൻറ്റ് ഹൗ യു തിങ്ക് യു വുഡ് ഫീൽ വെൻ യു വിസിറ്റ് ഇറ്റ്. നമ്മളവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്കുണ്ടാവുന്ന ഇമോഷൻസൊക്കെ കുറിച്ച് പറയാം. അപ്പോൾ ഈ 4 പോയിൻറ്റുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. എന്നിട്ട് നമുക്ക് സബ്ജക്റ്റ് പറഞ്ഞു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് സമയം എടുക്കണം, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിക്കാം, നോക്കൂ. ഒരു മിനിറ്റ് ആലോചിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞു തുടങ്ങാം. വൺ പ്ലേസ് ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഈസ് ജപ്പാൻ. ഇറ്റ് ഈസ് ആൻ ഐലൻഡ് കൺട്രി ലൊക്കേറ്റഡ് ഇൻ ഈസ്റ്റ് ഏഷ്യ, known for its rich culture, advanced technology, and beautiful landscapes. Japan has always fascinated me because it offers a perfect blend of tradition and modernity. The main reason I want to visit Japan is to experience its unique culture. I am particularly interested in exploring Kyoto, which is famous for its ancient temples and traditional tea houses. I have read that the cherry blossom season, or sakura, is breathtakingly beautiful, and I want to witness it in person. I also admire Japanese food, especially sushi and ramen. Visiting Japan would give me the opportunity to try authentic dishes. Moreover, I am curious about the technological marvels in cities like Tokyo, where skyscrapers and high-speed trains coexist with tranquil gardens. I believe visiting Japan would be a life-changing experience. The politeness of its people, the vibrant festivals, and the scenic landscapes would make me feel both inspired and peaceful. It's a place I've dreamed of for years, and I hope to make this dream come true soon. ഹലോ. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ജപ്പാൻ വിസിറ്റ് ചെയ്യണ ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു IELTS പ്രാക്ടീസിൽ ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ടോപ്പിക് പറയുമ്പോൾ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് അതിൻ്റെ ഒരു സീക്വൻഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. എന്താണ്, എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ഒരു 3-4 പോയിൻറ്റ്. പിന്നെ അത് കറക്റ്റായിട്ടൊരു ഓർഡറിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു അറൗണ്ട് 7 അപ്പോൾ ഗ്രാമാറ്റിക് എറർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല സൗണ്ടിൽ പറയുക. അതിൻ്റെ ഒപ്പം നല്ല പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ഗ്രാമറുകൾ കറക്റ്റായിട്ട് നമ്മൾ ഇൻറ്റൻഷനലി ഇതിൽ ഇട്ട് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 ഈസി ആയിട്ട് നമുക്ക് പറ്റും. നമ്മളുടെ ഈ ഇംഗ്ലീഷ് വിത്ത് അജിൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. IELTS കുറേ അധികം ടോപ്പിക്സ് ഇനി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ IELTS ബേസിക്കായിട്ട് പഠിക്കുന്ന എല്ലാ മലയാളികൾക്കും സ്പീക്കിംഗ് പ്രാക്ടീസിന് ഇത് വളരെ ഉപകരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതായത് ഫുൾ കണ്ടൻറ്റ് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും കൂടി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. എൻ്റെ പേര് അജിൻ എന്നാണ്.
ഞാൻ IELTS 7 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.